അതായത് ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ് നല്ല വില പറഞ്ഞ വീടുകളൊക്കെ ഒത്തിരി നഷ്ടത്തിന് നമ്മൾ കൊടുത്തു. ഈ 5 സെന്റ് സ്ഥലം 8 ലക്ഷം രൂപ പറഞ്ഞത് 5,60 കൊടുത്തു. 5,60 കൊടുത്ത് കടങ്ങളെല്ലാം വീട്ടി, വീടിൻ്റെ കടങ്ങൾ വീട്ടി, മോൻ്റെ എൻ്റെയും കാറിൻ്റെ കടങ്ങളെല്ലാം വീട്ടി സ്വസ്ഥമായിട്ട് കിടക്കാം. ഇപ്പം എന്ന് വെച്ചാൽ കടമില്ല. അവര് രാഹുലുമായിട്ട് എല്ലാം സെറ്റായി, ഇനി അങ്ങനെ ഒരു ജീവിതം തുടങ്ങാം, അങ്ങനെ ഒരു ഇതും ഉണ്ടായി. അപ്പൊ എന്നോട് പറയും ഗോൾഡൊന്നും മേടിക്കരുതമ്മ. ഞാൻ ഇടൂല, ഗോൾഡൊന്നും അല്ലെങ്കിലേ മേടിച്ചിട്ടൊന്നും അവള് സമ്മതിക്കൂല. അങ്ങനെയാണ്. ഞാനൊരു കുഞ്ഞുമാലയല്ലേ ഇടുള്ളൂ 300 എന്ന് പറയും. അപ്പൊ ഇവൻ രാഹുൽ എന്നോട് പറയും, ഇതൊക്കെ കുഞ്ഞു കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് രാഹുലിനും, ഒക്കെ കൊച്ചിന് കൊടുത്തേര്, എനിക്ക് ജീവിക്കാനുള്ള സ്വത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും എന്ന് രാഹുലും പറയും. അങ്ങനെ അല്ലെങ്കിലും ഞാൻ അപ്പം അവനോട് പറയും, അല്ലെങ്കിലും നീ എൻ്റെ ചിലവ് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട, നീ പണിയെടുത്ത് എനിക്ക് നോടണം, ഞാനിനി പോകില്ല. അങ്ങനെ അവനോടും പറയും. തമാശയാണ്, എന്നാലും അങ്ങനെ പറയും. പക്ഷെ അല്ലാതെ അങ്ങനെ അങ്ങനെ മരിച്ചു പോകുന്നൊരു ചിന്താഗതി ഉണ്ടായില്ല. ഉണ്ടായെങ്കിൽ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യൂലല്ലോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇവർക്ക് വേറൊരു വീട്ടിൽ പോയി നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളിവിടെ തന്നെ താമസിച്ചോ, അവൻ അവിടുത്തെ കുറച്ചെടുത്താണ് എൻ്റെ വീട്, നിങ്ങളിവിടെ തന്നെ. അവനും പറഞ്ഞു ഇവളെൻ്റെ വീട്ടിലൊന്നും വന്ന് താമസിക്കാൻ പോണില്ല, ഇവിടെ താമസിച്ചോട്ടെ, അവിടെ നമുക്ക് ആവശ്യത്തിന് ബെഡ്റൂംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇവിടെ താമസിച്ചാൽ മതി, മോനാണെങ്കിലും വേറെ വീട് കിടപ്പുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എന്തോ അതൊക്കെ ചെയ്യുമ്പോൾ എന്നെ എപ്പോഴും വഴക്ക് പറയായിരുന്നു, അമ്മ എന്തിനാണ് ഈ കാലത്ത് പോലെ പോകണം. അപ്പോൾ ഉച്ചയ്ക്ക് എണീറ്റ് വരും, അപ്പോൾ ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ പോണത്. അപ്പോൾ ഫോൺ ചെയ്യും, ഇന്ന് എവിടെയാ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഞാനിങ്ങനെ ഇന്ന സ്ഥലത്താണ് എന്ന് പറയും. അപ്പോഴത്തേക്ക് അമ്മ ഇനിയിപ്പോൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടണേ എന്ന് ചോദിക്കും എപ്പോഴും. പക്ഷേ ഞാൻ അന്ന് ഓടിയില്ലായിരുന്നു, എൻ്റെ കൊച്ചിനെ ഇങ്ങനെ ചികിത്സിക്കാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സംതൃപ്തിയുണ്ട്, എനിക്ക് നോക്കാവുന്നതിൻ്റെ പരമാവധി നോക്കി എന്നുള്ളത്. പിന്നെ കൊറോണ വന്ന് കുറേ കൊല്ലങ്ങൾ 1-2 കൊല്ലത്തോളം വെറുതെ ഇരുന്നില്ലേ. അപ്പോഴും നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അന്നൊക്കെ അത് നമ്മുടെ കയ്യിൽ നമ്മളും കൂടി ജോലി ചെയ്യുന്നതുകൊണ്ട് ഉണ്ടായി, അതൊക്കെ അടച്ചു പോകാനൊക്കെ പറ്റി. അപ്പം ആകെ ഒരു ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഒന്ന് നോക്കണം. കാരണം ജീവിതത്തിൽ ആകെ ഒരു ആശ്വാസമുള്ളത് കടമില്ല എന്നുള്ളതാണ്. കടങ്ങളൊക്കെ തീർന്നു എന്നുള്ളത്. എന്നിട്ട് അവിടെ കിടന്നിട്ടും പുള്ളിക്കാരത്തിൻ്റെ ചിന്ത ഇതൊക്കെയായിരുന്നു, അമ്മ എങ്ങനെ ലോൺ അടയ്ക്കും. ഇപ്പോൾ 2 കൊല്ലമായി നമ്മൾ അടച്ചു തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞാണ് ഒരു പ്രോഗ്രാം വന്നിട്ട് അതിൻ്റെ അപ്പോൾ ലോൺ അടച്ചു പോകും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൾ കൊണ്ട് നടക്കുക. ആ 2 കൊല്ലം കഴിഞ്ഞ് പിന്നെ അവൾക്കൊരു 4 ലക്ഷം കിട്ടി, അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ലോണൊക്കെ അടച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പം ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് വരാൻ പോണത്, ഞാനിന്നാൾ ഹോസ്പിറ്റലുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞിട്ട് കമൻറ്റ് വന്നത്, തള്ളക്കിപ്പോഴും കാശ് മാത്രം മതി ആരാണ്ട് എഴുതി ഒരാൾ കേട്ടോ, അല്ലാണ്ട് വേറെ ആരും അങ്ങനെ ഒരു കമൻ്റൊന്നും പറഞ്ഞില്ല. നമ്മൾ അവരുടെ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, നമുക്കറിയാലോ എന്തായിരുന്നു സത്യം, എന്താ നടക്കണേ, നമുക്ക് എല്ലാവരും വീട് ഞാൻ പറഞ്ഞ നീ പേടിക്കണ്ട. അപ്പൊ ഇനി മാറ്റി വെക്കുമ്പോൾ നമുക്ക് നല്ല പൈസയാവും, കുറെ പൈസയാവും. അപ്പൊ 25 ലക്ഷത്തോളം ഹോസ്പിറ്റലിൽ തന്നെ കെട്ടണം അതിന്. അപ്പൊ അമ്മ ഇത് മാറ്റി വെക്കണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അമ്മ ചെയ്യൂ ഇത്? ഞാൻ പറയും ഇത്രയും കാലം വാടകയ്ക്ക് താമസിച്ചു, ഇനി നീയും ഉണ്ട് ഞാനും ഉണ്ട് അച്ഛനും ഉണ്ട്, നമുക്കെല്ലാവർക്കും കൂടി ഇനിയും ശ്രമിക്കാം. ഈ വീടങ്ങ് വിറ്റ് കളഞ്ഞാൽ പോരെ, ഇത് പ്രശ്നം തീർന്നില്ല. ഇത് 8 വർഷം ലോൺ അടച്ച് 2 വർഷവും കൂടെ ലോൺ ഉണ്ടായുള്ളൂ. അത് വിൽക്കാൻ നീ പേടിക്കേണ്ട, നീ കാശിനെ കുറിച്ചൊന്നും ഇവിടെ കിടന്ന് ചിന്തിക്കുകയേ ചെയ്യരുതെന്ന് പറയും. അവൾക്ക് അതൊക്കെയായിരുന്നു ചിന്താഗതി. അവൾ എപ്പോഴും ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ ടെൻഷനായിരുന്നു അല്ലേ സുബിക്ക്? എപ്പോഴും അത് ഇങ്ങനെ വല്ലാണ്ട് സുബീനെ എത്രത്തോളം സ്നേഹം സൈഡിൽ നിന്ന് കിട്ടിയാലും നിങ്ങളൊന്നും സെക്യൂർഡ് അല്ലല്ലോ, നമ്മൾ സെക്യൂർഡ് അല്ലല്ലോ, നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇങ്ങനത്തെ ഒരു വറി എപ്പോഴും. അത് ഞങ്ങൾക്ക് വീടൊക്കെ ഉണ്ടായതാ. ഞാനിങ്ങനെ ചെറുപ്പം മുതലേ ഇതുങ്ങളൊക്കെ പഠിക്കുമ്പോൾ മുതലേ ഞാനിങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ. അങ്ങനെ ചെന്ന് പൈസയൊക്കെ ഉണ്ടാക്കി നമുക്കൊരു വീടൊക്കെ വെച്ച് നല്ല രീതിയിലായതായിരുന്നു. പിന്നെ പുള്ളി അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളല്ല. പുള്ളിയുടെ ഒരു റൂട്ടിലങ്ങോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ആ വീടൊക്കെ വിറ്റ് കളയേണ്ടി വന്നു. ലാസ്റ്റ് പുള്ളിയുടെ തന്നെ കടം കയറ്റി വയ്ക്കും, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അന്നൊക്കെ വീട് വെച്ചു. അപ്പോൾ പിന്നെ എത്രയോ വർഷങ്ങളാണ് വാടകയ്ക്ക് താമസിച്ചത്. ഒരു വീടുണ്ടായപ്പോൾ തന്നെ അവൾക്ക് ആശ്വാസം. അപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു, ഇനി 2 വർഷത്തോടെ അടച്ചാൽ പോരെ, അത് വേണമെങ്കിൽ ആ വീടങ്ങ് വിറ്റേച്ച് അടച്ചു തീർത്തോളാം, നീ പേടിക്കൊന്നും വേണ്ട എന്ന് വേറെ ഒരു വീട് കിടക്കണത്. അങ്ങനെ അടച്ചു തീർത്തോളാം, നീ എന്തിനാ പേടിക്കണേ, നീ കാശിനെ കുറിച്ചല്ല ഇവിടെ കിടന്ന് ചിന്തിക്കണേ, നീ മനസ്സിന് ബലം കൊടുക്കുക. ഞാനിവിടുന്ന് എണീറ്റ് പോകുമ്പോൾ പണ്ടത്തെ പോലെ തന്നെ പ്രോഗ്രാം ചെയ്യും ഞാൻ, ഇനി അങ്ങനെ ചിന്തിക്കണം.
ഇതിനിടയിലുള്ളതാ വേറൊന്നെന്ന് പറയുന്ന മണിച്ചേട്ടന്റെ ഒന്നാണ്. നമ്മളുമായിട്ട് വളരെയധികം അടുപ്പമുള്ളതാണ്. സുബിയായിട്ടും മണിച്ചേട്ടന് ഭയങ്കര അടുപ്പാണ്. അതിന്റെ തലേ ഓണത്തിന് സുബിയാണ് പോയി ഇന്റർവ്യൂ ചെയ്തത് പാടിയിൽ വെച്ചിട്ട്. പിന്നെ അതാണ് ലാസ്റ്റ് സുബി മണിയായിട്ട് ചെയ്തത്. മാത്രല്ല മണിച്ചേട്ടനായിട്ട് എനിക്കും നന്നായിട്ട് പരിചയമുണ്ട്. അപ്പൊ മണിച്ചേട്ടനും നമ്മളുടെ ഇടയിൽ ഇങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ മണിച്ചേട്ടനൊക്കെ എപ്പോഴും ഇവളുടെ കല്യാണം, നമ്മളെല്ലാരും അതെ സുബീനെ കല്യാണം കഴിച്ച് കാണണം എന്ന് ഭയങ്കരമായിട്ടും മണിച്ചേട്ടനും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ജനുവരി 1 പുള്ളിയുടെ ബർത്ത്ഡേ. അപ്പൊ നമ്മൾ 31 എന്താണെങ്കിലും എവിടെയെങ്കിലും നമുക്ക് പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഒരു കൊല്ലം 2 കൊല്ലം ജനുവരി 1 പുള്ളിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ ചാലക്കുടി തന്നെ ക്ലബിൻ്റെ പ്രോഗ്രാം ആയിരുന്നു. അതും കഴിഞ്ഞ് നേരെ അവിടെ തന്നെ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ച് പിറ്റേ ദിവസം ബർത്ത്ഡേയും കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ മണി, നാദിർഷ, ദിലീപ്, ഭാവന ഇവർ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയി അമേരിക്ക. ഒരു ട്രിപ്പ് പോയിട്ട് അവിടെ വച്ച് സുബി സ്കിറ്റ് ചെയ്തേച്ച് ഇറങ്ങിയിട്ട് ഓടി എല്ലാം അടുക്കി വെച്ചിട്ട് പോകും. സാരി തന്നെ കുത്തിയൊക്കെ വെച്ചിട്ട് വേണം. അടുത്തത് ഡാൻസിന് കയറും. അപ്പോൾ ഡാൻസിന് ദേവിചന്ദനെയും പാരീസ് ലക്ഷ്മി ഇവർ 3 പേരും കൂടെയാണ് ഡാൻസ് കളിച്ചത്. അപ്പം ഇങ്ങനെ ഡ്രസ് അതല്ല, അതാ ട്രിപ്പല്ല, പിന്നത്തെ ഒരു ട്രിപ്പാണ്. ഇങ്ങനെ 8 എൻട്രി ഇട്ടുണ്ട് സുബിക്ക്. അപ്പോൾ സുബി ഒരു ഡൈവൊക്കെ ചെയ്യണ ശ്രീറാം എന്ന് പറഞ്ഞ തമിഴിലുള്ള ഒരു ആളാണ് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വായുവിൽ കറക്കിയാണ്, നിലത്ത് നിന്നല്ല അതിൻ്റെ ഡാൻസ്. അത് കണ്ടപ്പോൾ ദിലീപിനും നാദർഷിക്കൊക്കെ പേടിയായി. വല്ലതും ഒന്ന് പറ്റിപ്പോയാൽ പിന്നെ ബാക്കിയുള്ളതിലൊക്കെ സുബിയുണ്ടേ. അപ്പം ഇവളുടെ ഈ ആ സ്റ്റേജിനുള്ള ഡെഡിക്കേഷനൊക്കെ കണ്ടപ്പോഴത്തേക്കും മണി ഒരു ദിവസം രാത്രി എന്നെ വിളിക്കുകയാണ്, ഞാൻ ഇങ്ങനെ സ്റ്റേജിനോട് ഇത്ര ഡെഡിക്കേഷനോട് ഒരു കൊച്ചിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവളിൽ അത്ര ആത്മാർത്ഥമായിട്ട് നിന്നു ഞങ്ങളുടെ കൂടെ. അതുകൊണ്ട് അവളുടെ കല്യാണത്തിന് അതാണ് ഈ 10 പവൻ കൊടുക്കുമെന്ന് പറഞ്ഞ് ശ്രീകണ്ഠൻ നായരൊക്കെ പറയുന്നത്. 10 പവൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴും എന്നോട് പറഞ്ഞു, ഇവളെ വേഗം കല്യാണം കഴിപ്പിക്കണം, ഇവക്ക് 10 പവൻ തരുമെന്ന് ഞാൻ അന്ന് കള്ളുപിടിച്ചിട്ട് പറഞ്ഞൊന്നും അല്ല, ഞാൻ തന്നിരിക്കും. അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ഇവള് സ്റ്റേജിനോട് എന്ന് പറയും. അന്നൊക്കെ നല്ല വണ്ണമൊന്നും വെച്ചിട്ടില്ല, ആരോഗ്യമുണ്ട്. അങ്ങനെ സ്റ്റേജ് ഷോ ആയിരുന്നു പുള്ളിക്കാരത്തിയുടെ എല്ലാം. അതെ. അപ്പൊ സുബിക്ക് മണിച്ചേട്ടന്റെ മരണം കേട്ട് കഴിഞ്ഞപ്പോ അവള് അയ്യോ ഭയങ്കര വിഷമായിരുന്നു. പോയില്ല, അല്ല ഉണ്ടായില്ല. സുബി പിഷാരടി ഒന്നും ഉണ്ടായില്ല. ഇവര് തിരുവനന്തപുരത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. എന്നിട്ട് ഞാനും പുള്ളിയും കൂടെ പോയിട്ടുണ്ടായി മണിയുടെ അടുത്ത്. അവിടെ ആൾക്കാർ ബഹളം ഉണ്ടാക്കി ആ ഡെഡ് ബോഡി വരെ എടുത്ത് താഴെയിട്ട് ഇങ്ങനെ നിയന്ത്രിക്കാനൊന്നും ആരും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾക്ക് കാണാനൊന്നും, മുകളിൽ നിന്ന് അവിടെ ഒരു AC റൂം ഉണ്ടായി, അവിടെ നാദൃശ്യം ഞങ്ങളൊക്കെ ഇരുന്ന്, പിന്നെ അവിടെ നിന്നൊന്നും കാണാനേ പറ്റൂല, അല്ലാണ്ട് അടുത്തൊന്നും പോകാൻ പറ്റൂലായിരുന്നു. അത്ര തിരക്കും ബഹളമായിപ്പോയി. സുബി പിഷാരടിയൊക്കെ വഴിയിലായിരുന്നു. സുബിയുടെ കാര്യം പറയുമ്പോഴേ ഇന്നും അമ്മയുടെ മനസ്സിലേക്ക് വരുന്നത് ആ അവസാന നിമിഷം കുഞ്ഞു പറഞ്ഞ പോലെ മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കാന്ന് പറയണ ആ സുബിയുടെ മുഖമാണോ അമ്മയുടെ മനസ്സിലേക്ക് വരുന്നത്, അതോ ഇപ്പം അതാ വരുന്നത്? പക്ഷെ എനിക്ക് അങ്ങനെ വരരുത്, അവളുടെ മറ്റുള്ള അത് കാണാതിരുന്നെങ്കിൽ നമുക്ക് ഇത് ഇപ്പൊ വരുന്നത് അതാണ്. കിടക്കുമ്പോഴും ഒക്കെ വരുന്നത് ഒരു ഞെട്ടല് പോലെ മനസ്സിലേക്ക് വരുന്നത്. ഉറക്കമില്ല, എനിക്ക് ഉറക്കമില്ല. ഉറക്കം കൂടി കഴിച്ചാ ഉറങ്ങുന്നേ, ഉറക്കമില്ല. രാത്രിയാണ് ഈ ചിന്തകൾ മുഴുവൻ വരുന്നത്. പക്ഷെ എനിക്കിപ്പോഴും അവൾ അവിടെ ഉണ്ടെന്ന് തന്നെയാ ചിന്ത. അതല്ലേ എനിക്ക് ഇപ്പോഴും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന് ഇതേപോലെ എന്നെ വിളിച്ചു. അപ്പോൾ എന്നെ രാജേട്ടൻ വന്ന് വിളിച്ചും പറഞ്ഞു, എഴുന്നേക്ക് പോകണ്ടേ നമുക്കെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ പറയണത് സുബി അവക്കല്ലേ ഒത്തിരി നേരം വേണ്ടതാ, അവള് അത്രയാവട്ടെ ആദ്യം എന്നാണ് പറയണത്. അല്ലാതെ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ ചിന്ത. മോനൊക്കെ ഓക്കെ ആവാൻ കുറേ ദിവസം എടുത്തു. അവനൊരു ഇതുപോലെയായിരുന്നു, എന്താ ഒരു ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു അവന്. പിന്നെ അവനെ സമാധാനിപ്പിക്കാൻ ഞാനില്ലേ ഇതെന്ന് ഓർത്ത് ഞാൻ ഒന്നും കൂടി ധൈര്യം സംഭരിച്ചാണ്. ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് മഞ്ജു ചേച്ചിയുടെ ഇന്റർവ്യൂ ഓർമ്മ എടുത്തിരുന്നു. മഞ്ജു ചേച്ചി അന്ന് പറയാ, സുബി മരിക്കുന്നതിന് 2 ആഴ്ച മുന്നേ എൻ്റെ പൊന്നു രമ്യ എന്നെ വിളിച്ചിട്ട്, ചേച്ചി എവിടെയാ, എനിക്ക് ചേച്ചിയോടൊന്ന് സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവൾ എന്തോ പറയാനുണ്ടായിരുന്നു അവൾക്ക് ചേച്ചിയുടെ അടുത്ത്.
അപ്പൊ ചേച്ചി കറക്റ്റ് ഇവളന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുമ്പോഴാണ് മഞ്ജു ചേച്ചിനെ വിളിച്ചത്. ചേച്ചി കറക്റ്റ് അന്ന് ഏതോ ഷൂട്ടിന് എറണാകുളത്ത്. അപ്പൊ ചേച്ചി ഇന്നും എന്നോട് അത് പറഞ്ഞ് ചേച്ചി അന്ന് കരയായിരുന്നു. എനിക്കറിയില്ല എന്തായിരുന്നു അവൾക്ക് എന്നോട് പറയാനുണ്ടായിരുന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഒരു ജ്യോത്സ്യം പറയുന്ന ഒരാളുണ്ടല്ലോ, ഒരു ജ്യോത്സ്യത്തില് ഹരിചേട്ടനാണോ? ഹരി പത്തനാപുരം. ഹരി പത്തനാപുരത്തിന് ഈ ICU കിടന്ന് അന്ന് തന്നെ ഫോൺ മേടിച്ച് ഡോക്ടർ ഫോൺ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഹരി പത്തനാപുരത്തിൽ വിളിച്ച് പറഞ്ഞു എന്നൊരു ഇന്റർവ്യൂവിൽ പുള്ളി പറയണ ഞാൻ കേട്ടതാണ്. ഹരി പത്തനാപുരത്തിനെ വിളിച്ചിട്ട് എനിക്ക് ഒരു കാര്യം പറയാനായിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു വെച്ചതാണ്. പിന്നെ ഹരി ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തായിരിക്കും അമ്മ അവള് ഇങ്ങനെ എല്ലാരും അവൾക്ക് അല്ല അത് എല്ലാരെയും അത് ഈ അസുഖമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും, അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇത്തിരി വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഇതിലൊക്കെ എനിക്ക് അത്ര വിശ്വാസമൊന്നുള്ള ആളല്ല, ദൈവത്തെ അല്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ല. അത് ഹരിപ്പത്തനവർ പറയണ പോലെ ഞാനും പറയണ എല്ലാ കാര്യങ്ങളും. അപ്പം ഹരി അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറയണ കേട്ടു. പക്ഷെ പുള്ളിയുടെ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഞാനൊന്ന് വിളിച്ചേനെ. എന്താ ഞാൻ തരാലോ ഹരിചേട്ടന്റെ നമ്പർ അമ്മയ്ക്ക്.